ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്ന ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സാധാരണ മെഷീനിലും നിങ്ങൾക്കും ജീൻസ് ഓൾട്ടറേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് പറയാം. ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് അത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് വെക്കുക. ഞാനിവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം തയ്യൽ തുമ്പായിട്ട് ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും. അതിൽ കൂടുതലാവുകയാണെങ്കിൽ ഒരു ബൾക്കിനെസ് ഉണ്ടാവും. അതുകൊണ്ട് 1 ഇഞ്ച് മാക്സിമം വിട്ടിട്ടിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്ക്കാം. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ള മെയിൻ പോയിൻറ്റുകൾ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നടുവശത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആ ജോയിൻറ്റ് വരുന്നിടത്തുനിന്ന് തയ്ച്ച് തുടങ്ങാതെ ഏതെങ്കിലും ഒരു നടുവശത്തുനിന്ന് തയ്ച്ച് തുടങ്ങുക. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൾക്കായിട്ടുള്ള പോർഷൻ നമ്മൾ മടക്കി വെക്കുമ്പോഴത്തേനും ഒന്നാമത്തെ കാര്യം പ്രഷർ ഫൂട്ടിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കാൻ പാടുണ്ടാവും. പിന്നെ തയ്യൽ വീഴാനും പാടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നടുവശത്ത് കനം കുറവുള്ളൊരു പോർഷൻ നോക്കി സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ജോയിൻറ്റ് വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, സൈഡ് രണ്ടും കൂടെ അടിച്ച് വരുന്ന ഈ പോർഷൻ, ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തല്ലോ, അതിൻ്റെ കൃത്യം പകുതി 1/2 ഇഞ്ചിൽ തയ്യൽ വരുന്നിടം വരേക്കും ഒരു കട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇതുപോലെ 2 പോർഷനായില്ലേ, അതിലൊരു പോർഷൻ നമ്മുടെ വശത്തേക്കും മറ്റേ പോർഷൻ അപ്പുറത്തെ വശത്തേക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ മടക്കി അടിക്കുവാണെങ്കിൽ, ഈ കട്ട് കൊടുക്കാതെ മടക്കി അടിക്കുവാണെങ്കിൽ ജീൻസ് ഒത്തിരി കനം വരും. 2 ഫോൾഡ് വരുമ്പോൾ തന്നെ കനമായിരിക്കും. ഇങ്ങനെ കനം കയറി വരുമ്പോഴത്തേന് നമുക്ക് സ്റ്റിച്ച് വീഴാതെ വരും. സൂചി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈവനായിട്ട് വരും. ഓക്കെ, ഇതാണ് ആ ട്രിക്ക്. ഇതേ ഉള്ളൂ ചെയ്യാനായിട്ട്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ബൾക്കായിട്ടുള്ള പോർഷൻ തയ്ച്ച് വരുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് സൂചിയിലിങ്ങനെ സ്റ്റിച്ച് വരാൻ, അതായത് തയ്യൽ വീഴാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ പതുക്കെ തയ്ച്ച് കൊടുക്കുക. തയ്ച്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ചിലപ്പോൾ ഈ ഫൂട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന പോലെ തോന്നും. അതായത് തുണി നീങ്ങി പോവാതെ സ്റ്റക്കായി നിൽക്കുന്ന പോലെ തോന്നും. അങ്ങനെ വരുന്ന സമയത്ത് പയ്യെ തയ്ച്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പുറകിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചും കൂടെ കൊടുക്കുക. ബാക്ക് വശത്തുനിന്ന്, അതായത് തയ്ച്ച് വിട്ട ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് വലിച്ചുകൂടെ കൊടുക്കുക. പതുക്കെ തയ്ച്ചെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഈ മെത്തേഡ് എല്ലാ മെഷീനിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്ന മെഷീനൊന്നുമില്ല, എല്ലാ മെഷീനിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ യൂഷ്വലി പണ്ട് നമ്മൾ ഇതിൻ്റെ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുകളിലേക്ക് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു മെത്തേഡുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, പുറമേക്ക് നല്ല നീറ്റായിരിക്കും, പക്ഷേ ഉള്ളിൽ ഇത് കട്ട് ചെയ്ത് വിട്ട പോർഷൻ നൂല് പിഞ്ചിപ്പോവാനൊക്കെ ഇങ്ങനെ നൂല് വിട്ട് പോരും. ഒരുപാടല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ടാറ്റാ.